വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദിനപത്രം ചന്ദ്രിക. ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കി കേരള തൊഗാഡിയെ വിലസുന്നുവെന്ന വിമർശനം. ന്യൂനപക്ഷത്തെ ഒതുക്കി ഭൂരിപക്ഷത്തെ പ്രചോദിപ്പിക്കുന്ന ഒരാൾ കൂടെ നിൽക്കട്ടെ എന്ന പിണറായി സർക്കാരിന്റെ മൗനാനുവാദമാണ് ഇപ്പോഴത്തെ കോപ്രായങ്ങൾക്ക് പിന്നിലെന്നാണ് വിമർശനം. സായികുമാറുണ്ട്. സായികുമാർ, ചന്ദ്രിക ഇന്നലെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ഇന്നിപ്പോൾ എഡിറ്റോറിയൽ തന്നെ എഴുതുന്നു തൊഗാഡിയ എന്നുള്ളതാണ് വിമർശനം. വെള്ളാപ്പള്ളിയെ വിമർശിച്ച് ലീഗ് ദിനപത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സായി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നിശ്ചിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്നിപ്പോൾ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിരിക്കുന്നത്. കേരള തൊഗാഡിയ വീണ്ടും മണിമുഴക്കുന്നത് ആർക്കു വേണ്ടി എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് ചന്ദ്രിക പറയുന്നത്. ഈ എഡിറ്റോറിയലിൽ കൃത്യമായി ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തന്നെയാണ് ചന്ദ്രിക കുറ്റപ്പെടുത്തുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിണറായി സർക്കാരിനെ രക്ഷിക്കാനുള്ള ശ്രമം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കം വലിയ വിവാദമായി സർക്കാർ പ്രതിരോധത്തിലായ ഘട്ടത്തിൽ ചർച്ചകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ചന്ദ്രിക ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ കൈവിട്ട് ഭൂരിപക്ഷ സമുദായത്തിലുള്ള ചില ആളുകളെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമായി കൂടെ വേണം വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാൻ. അദ്ദേഹത്തിന്റെ ഈ വർഗീയ പ്രസ്താവനകൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം രണ്ട് വള്ളത്തിൽ കാലിടുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മകൻ BJPയെ പിന്തുണയ്ക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും എല്ലാ ആനുകൂല്യങ്ങളും ഒരുപോലെ പറ്റുന്ന ആളായി വെള്ളാപ്പള്ളി മാറുന്നു. അദ്ദേഹത്തിനെതിരായ കേസുകളിൽ ഒരു തരത്തിലുമുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. നേരത്തെ VS അച്യുതാനന്ദന്റെ കാലത്ത് ശക്തമായ നടപടിയെടുത്ത് കേസുകളിൽ, മൈക്രോ ഫിനാൻസ് കേസുകളിലടക്കം നല്ല പുരോഗതി ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ആ കേസുകളിലൊക്കെ മെല്ലെപ്പോക്കുണ്ടായി. ഇതൊരു അന്തർധാരയാണ് എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി ചന്ദ്രിക നടത്തുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ സായിയാണ് വിവരങ്ങൾ നൽകിയത്. ചന്ദ്രികയിൽ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനമാണ്. കേരളത്തിലെ തൊഗാഡിയെ വിലസുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ തൊഗാഡിയ എന്ന പേര് വെള്ളാപ്പള്ളി നടേശനെ ചാർത്തിക്കൊടുത്തത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. അന്ന് നൌഷാദ് മാനുഹോളിൽ വീഴുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ. ഒരു അതിഥി തൊഴിലാളി മാനുഹോളിൽ വീഴുമ്പോൾ രക്ഷിക്കാനിറങ്ങിയ നൌഷാദിൽ ഒരു മുസ്ലിമിനെ കാണുക, ചോദ്യങ്ങൾ ചോദിക്കുന്ന റഹീസിൽ ഒരു തീവ്രവാദിയെ കാണുക. എന്തുതരം ലോകമാണ് പ്രിയപ്പെട്ടവരെ.